മേജർ രവി റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഫിഷ് താളി ഓർഡർ ചെയ്തത്. എനിക്കാണെങ്കിൽ പുള്ളിക്കാരൻ്റെ കൂടെയും പുള്ളിക്കാരൻ്റെ മോൻ്റെ കൂടെയും ലഞ്ച് കഴിക്കാൻ ഒരു അവസരം കിട്ടിയായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു ഈ ഹോട്ടലിലെ ഫിഷ് താളി ഭയങ്കര നല്ലതാണ്, എന്തായാലും പോകുന്നതിന് മുമ്പ് ട്രൈ ചെയ്ത് നോക്കണേന്ന്. ഈ താളിയിൽ വൻപയർ കറിയും പിന്നെ പൊട്ടറ്റോ ഇഷ്ടവും അരിപ്പായസവും നമ്മുടെ പാവയ്ക്ക മെഴുക്ക് വരട്ടിയും പിന്നെ സാമ്പാർ, രസം, ഫിഷ് കറി, അവിയൽ, പിന്നെ തൈര്, നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ അച്ചാർ, ചപ്പാത്തി, പിന്നെ തൈര് മുളകില്ലേ അത്, പപ്പടം, പിന്നെ എക്സ്ട്രാ ചോറും, ഇത്രയൊക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഒരു നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ കൊളാബറേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ ആദ്യം ചപ്പാത്തിയുടെ കൂടെ ഇഷ്ടവും പിന്നെ ആ വൻപയർ കറിയും ഒക്കെ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ. എനിക്ക് ആ ഇഷ്ടം നല്ലോണം ഇഷ്ടമായി, പൊട്ടറ്റോ ഇഷ്ടം ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞ കണക്ക് ഇതിനകത്തുള്ള മീൻ കറി ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും നല്ലതായിരുന്നു, ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ലതായിരുന്നു. ഈ താളിയിലെ എല്ലാ ഐറ്റംസിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒന്നിനും അങ്ങനെ ഒരു ടേസ്റ്റ് കുറവൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാമല്ലോ, അതുകൊണ്ട് ഞാനിത് കഴിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ പായസം ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഞാൻ ഈ കൂട്ടത്തിൽ ഫസ്റ്റ് തീർത്തത് ആ പായസമാണെന്ന് തോന്നുന്നില്ല. ലാസ്റ്റാണ് സാധാരണ എല്ലാവരും കഴിക്കുന്നത്, പക്ഷെ ഞാനെല്ലാം തിരിച്ചാണ് കേട്ടോ ചെയ്യാറ്. പായസമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആദ്യമേ ഞാൻ അതായിരിക്കും പ്രിഫർ ചെയ്യുക. പിന്നെ ഞാൻ ചപ്പാത്തി മാത്രമല്ല ചോറും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ചോറ് ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഫൈനലി ഒരു പൈനാപ്പിൾ ജ്യൂസും കൂടെ കുടിച്ചിട്ടാണ് ഞാനിത് ഫിനിഷ് ചെയ്തത്. ഇത് ഒറ്റപ്പാലത്തെ രാജ് റിട്രീറ്റ് എന്ന് പറഞ്ഞ ഹോട്ടലാണ്.